السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മൾക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കർമ്മങ്ങൾ നന്നാക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ഈ പരിശുദ്ധ റമദാനിൽ ഏറെ പ്രസക്തമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുക എന്ന ഉപദേശം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ഓരോ സംസാരത്തിൻ്റെയും തുടക്കത്തിൽ, ഓരോ ഖുതുബയുടെയും തുടക്കത്തിൽ എന്നും നമ്മെ ഉപദേശിച്ചിട്ടുള്ള ഒരു ഉപദേശമാണ്. പ്രവാചകന്റെ കാലശേഷം ഇത്രയും കാലം വരെ, കഴിഞ്ഞ ആഴ്ച വരെ നമ്മുടെ പള്ളിയിലടക്കം ഖുതുബയുടെ തുടക്കത്തിൽ നമ്മുടെ കർമ്മം നന്നാക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മോട് ഉപദേശിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്, ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ഖുതുബയുടെ തുടക്കത്തിൽ ഓതുന്ന ആയത്തുകൾ അതിങ്ങനെ സ്ഥിരമായി കേൾക്കുന്ന ഒരായത്തായി പലപ്പോഴും നമ്മൾ കേട്ട് മറന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ, യഥാർത്ഥത്തിൽ ഓരോ ഖുതുബയുടെയും തുടക്കത്തിൽ ഓതുന്ന വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രവാചകൻ നമ്മളെ ഓതി കേൾപ്പിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെ നന്നാക്കാം എന്നുള്ളതും കൂടെയാണ്. 3 ആയത്തുകൾ ഖുതുബയുടെ തുടക്കത്തിൽ ഓതും. അതിൽ പെട്ട ഒരായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ എന്ന ആയത്ത് എല്ലാ ഖുതുബയുടെ തുടക്കത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ, വിശ്വാസികളെ നിങ്ങൾ തഖ്വയുള്ളവരാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യുന്നു. വഖൂലു ഖൗലൻ സദീദാ, നല്ല സംസാരം മാത്രം ഒരാൾ സംസാരിക്കുന്നു, കളവില്ല, മറ്റുള്ളവരെ പരിഹസിക്കലില്ല, കളിയാക്കലില്ല, കുറ്റം പറച്ചിലില്ല, നല്ല സംസാരം മാത്രം സംസാരിക്കുന്നു. ഈ 2 കാര്യങ്ങൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം യുസ്ലിഹ് ലക്കും അഅമാലക്കും, നമ്മുടെ അമലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരും. ഇത് പ്രവാചകന്റെ ഖുതുബകളിലും അതിനുശേഷമുള്ള എല്ലാവരുടെയും ഖുതുബകളിലും ആദ്യം പാരായണം ചെയ്യപ്പെടുന്ന ആയത്താണ്. ഇതാണ് നമ്മുടെ കർമ്മങ്ങൾ നന്നാവാനുള്ള അടിസ്ഥാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. തഖ്വയുള്ള ജീവിതം നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ അതിനനുസരിച്ച്, അതേപോലെ തന്നെ നമ്മുടെ സംസാരം എത്രത്തോളം നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതിനനുസരിച്ച് യുസ്ലിഹ് ലക്കും അഅമാലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി തരും എന്ന് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ നന്നാകാനുള്ള അടിസ്ഥാനമായിട്ട് നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കേണ്ടത് എന്നാണ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കാനുള്ളത്. ഒരു ആശാരിയുടെ സംഭവം പലപ്പോഴും പറയാറുണ്ട്. ആശാരി അദ്ദേഹം നന്നായിട്ട് വീടിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് എല്ലാ പണിയും തീർത്ത് ചാവി അതിൻ്റെ മുതലാളിയുടെ കയ്യിൽ കൊടുക്കുന്ന ആളാണ്. ഒരു മുതലാളിയുടെ കീഴിൽ പണിയെടുക്കുന്ന ആളാണ്. അങ്ങനെ പ്രായമായി അവസാനം അദ്ദേഹത്തിന് ജോലി വേണ്ട, ഒഴിവാക്കാം, വീട്ടിലേക്ക് വിശ്രമിക്കാമെന്ന് തീരുമാനിച്ച് അദ്ദേഹത്തിൻ്റെ മുതലാളിയോട് പോയിട്ട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാ രീതിയിലും പറഞ്ഞു നോക്കി, പക്ഷേ ജോലി അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അവസാനം ആ മുതലാളി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്, ഒരു വീടിൻ്റെ പണി കൂടെ നിങ്ങൾ എനിക്ക് എടുത്തു തരണം, അതിൻ്റെ ഫർണിച്ചറിൻ്റെ പണിയൊന്ന് പൂർത്തിയാക്കിയിട്ട് നിങ്ങളോട് പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും നിർത്താമെന്ന് വിചാരിച്ചതാണ്. അവസാനത്തെ ആവശ്യമാണല്ലോ,
ചെയ്തു കൊടുക്കാം എന്ന് കരുതി മനസ്സില്ലാ മനസ്സോടെ ആത്മാർത്ഥതയില്ലാതെ അദ്ദേഹം ആ വീടിൻ്റെ പണി പൂർത്തിയാക്കി ചാവി മുതലാളിയുടെ കയ്യിൽ കൊടുത്തു. ആ സമയത്താണ് മുതലാളി എന്ന് പറയുന്നത്, ഇത്രയും കാലം എൻ്റെ കീഴിൽ ജോലി ചെയ്ത നിങ്ങൾക്ക് ഞാനൊന്നും പ്രത്യേകിച്ച് തന്നിട്ടില്ല കൂലിയല്ലാതെ. ഈ വീട് നിങ്ങൾ അവസാനം പണി കഴിപ്പിച്ചത് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ ചാവി തിരിച്ച് ആ ജോലി ചെയ്ത മനുഷ്യന് തന്നെ കൊടുക്കുകയാണ്. അദ്ദേഹം ബോധം കെട്ടുപോയി. കാരണം അവസാനം എടുത്ത വീടിൻ്റെ പണി ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ ഇത് എന്തായാലും എന്നോട് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തത് തീർത്തതാണ്. ആ വീട്ടിൽ അദ്ദേഹം തന്നെയായിരുന്നു താമസിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ആ വീട് പണിയെടുക്കാൻ അദ്ദേഹം പറഞ്ഞതെന്ന് അറിയില്ലായിരുന്നു. ഇതേപോലെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ അവസ്ഥ. നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടിയാണ് എന്ന ബോധ്യം നമ്മൾക്കുണ്ടാകുമ്പോൾ, ഞാൻ എത്തിച്ചേരേണ്ട ഒരു ലോകത്തിൽ എനിക്ക് ആസ്വദിക്കാനുള്ളതാണ് എൻ്റെ പ്രവർത്തനങ്ങൾ എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ശരിയായ രീതിയിൽ നിർവഹിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടാകും എന്നതാണ്. ആ ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തഖ്വയുണ്ടാവുക, ആ ഓർമ്മയുണ്ടാവുക എന്നതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകാനുള്ള കാരണം. നമ്മളൊരു വീട് നോക്കുമ്പോൾ അത് നല്ലോണം നോക്കണമെന്ന് നമ്മളോട് ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾക്കറിയാം എനിക്ക് താമസിക്കേണ്ട വീടാണ്. ഞാനൊരു വാഹനം നോക്കുമ്പോൾ നല്ല വാഹനം നോക്കണമെന്ന് ആരും പറയേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഉപയോഗിക്കേണ്ട വാഹനമാണെന്ന് എനിക്കറിയാം. ഞാനൊരു ഇണയെ അന്വേഷിക്കുമ്പോൾ അത് നല്ലത് നോക്കണമെന്ന് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ കൂടെ ജീവിക്കേണ്ടവളാണ്, ഞാൻ കൂടെ ജീവിക്കേണ്ടവളാണെന്ന് എനിക്കറിയാം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങളുടെ അവസ്ഥ. നമ്മുടെ കർമ്മങ്ങൾ നന്നാകണമെങ്കിൽ അത് എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന ചിന്തയും ബോധവുമാണ് ആ കർമ്മങ്ങൾ നന്നാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ അമില സാലിഹൻ ഫലിനഫ്സി. ആര് സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ അത് അവന് വേണ്ടിയാണ് ചെയ്യുന്നത്. വമൻ അസാഅ ഫഅലൈഹ. ഇനി ആരെങ്കിലും മോശമായിട്ട് ചെയ്താൽ അവന് തന്നെയാണ് അതിൻ്റെ പ്രയാസമുള്ളത്. എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, വമാ റബ്ബുക ബിദല്ലാമിൻ ലിൽ അബീദ്. അള്ളാഹു ആരോടും അനീതി കാണിക്കില്ല, അക്രമം കാണിക്കില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാം. നമ്മുടെ നമസ്കാരം നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മുടെ നോമ്പ് നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ദിക്റുകൾ നമ്മൾക്ക് വേണ്ടിയാണ്, നമ്മുടെ സ്വതക്കകൾ നമ്മൾക്ക് വേണ്ടിയാണ് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ, ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണ്, എനിക്കുള്ള ആസ്വാദനമാണ് നാളെ പരലോകത്ത് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി നിർവഹിക്കാൻ നമ്മൾക്ക് സാധിക്കുമെന്നതാണ്. പള്ളിയിലേക്ക് നമ്മൾ ഓരോ വക്തിനും കടന്നു വരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി വറാ. പള്ളിയിലേക്ക് ഒരാൾ വരുന്നു, അയാൾക്കുള്ള പ്രതിഫലം അഅദ്ദല്ലാഹു ലഹു നുസുലഹു മിനൽ ജന്നത്തി കുല്ലമാ ഗദാ ഔ റാഹ. ഓരോ വട്ടം പള്ളിയിലേക്ക് വരുമ്പോഴും സ്വർഗത്തിലൊരു വിരുന്ന് അവന് വേണ്ടി അള്ളാഹു ഒരുക്കി വെക്കുമെന്നാണ്. അപ്പൊ ആ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്, എനിക്ക് വേണ്ടി റബ്ബ് വിരുന്നൊരുക്കി വെക്കുന്ന ഒരു സൽക്കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്. അതോടുകൂടെ അവൻ്റെ ആ കർമ്മം വളരെ നന്നായി നിർവഹിക്കാൻ അവൻ ശ്രമിക്കും. കാരണം എനിക്ക് വേണ്ടിയാണെങ്കിൽ, എനിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു വിരുന്നൊരുക്കുന്ന റബ്ബിന്റെ അടുക്കൽ വലിയ പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ആ മനുഷ്യൻ ആലോചിക്കുന്നു, ഒരു ദിവസം 12 റക്അത്ത് ഫർദ് നമസ്കാരങ്ങളുടെ കൂടെയുള്ള റവാത്തിബ് നമസ്കരിക്കുമ്പോൾ റബ്ബിന്റെ അടുക്കൽ എനിക്ക് പ്രതിഫലമുള്ള കർമ്മമാണ് എന്ന് ബോധ്യമുണ്ടാകുമ്പോൾ അയാൾ അത് കൃത്യമായി നിർവഹിക്കുന്നു. മൻ സല്ലല്ലാ ലില്ലാഹി 12 റക്അത്തൻ തദവ്വുഅൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരാൾ സ്വർഗ്ഗത്തിൽ വീട് ലഭിക്കാനുള്ള കാരണമാണ് 12 റക്അത്ത് ഒരു ദിവസത്തെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചാലെന്നാണ്. ഈ പരിശുദ്ധ റമദാനൊക്കെ അത് പ്രാവർത്തികമാക്കാനുള്ള വലിയ അവസരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഒരു ദിവസം 12, 10 ദിവസം കൊണ്ട് 120, ഒരു മാസം 360 റക്അത്ത് നമസ്കാരം നമുക്ക് കിട്ടുന്നത്. നമ്മളറിയാതെ പലപ്പോഴും ഒരു 2 റക്അത്ത് ഒഴിവാക്കുമ്പോൾ നമ്മൾ അത്ര ആലോചിക്കില്ല. പക്ഷെ ഓരോ ദിവസങ്ങൾ കൂടുമ്പോഴും നമ്മൾക്ക് ഉണ്ടാക്കുന്ന നമ്മുടെ പൈസ കൂടി വരുന്നത് പോലെ, നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന സമ്പാദ്യം അത് വർദ്ധിച്ചു വരുന്നത് പോലെ, ചെറിയ ചെറിയ 2 വീതം റക്അത്തുകൾ അത് ദിനങ്ങൾ കൂടുന്നതിനനുസരിച്ചിട്ട് വലിയ അമലുകളായി, ഇബാദത്തുകളായി മാറും എന്ന ബോധ്യം നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ്. മാസങ്ങളും വർഷങ്ങളും ആകുമ്പോൾ 1000 ചില്ലാനം റക്അത്തുകൾ അല്ലെങ്കിൽ 1000-ന് 10,000 റക്അത്തുകൾ വർഷങ്ങൾ കൊണ്ട് പലപ്പോഴും 2 റക്അത്ത് നമ്മൾ മിസ്സാക്കുമ്പോൾ നമ്മൾക്ക് നഷ്ടമാകുന്നു. അത് കിട്ടേണ്ടത് എനിക്ക് വേണ്ടി നാളെ പരലോകത്ത് പ്രതിഫലമുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ നമ്മൾ ചെയ്താൽ അത് കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അടുത്ത് കൂടെ നടന്നു പോകുമ്പോൾ ആ ഖബറിലുള്ള മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്, റക്അത്താനി ഖഫീഫത്താനി ബിമാ തഹ്ഖിറൂന വതൻഫിലൂന. നിങ്ങൾ സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്ന 2 റക്അത്ത്, അല്ലെങ്കിൽ 2 റക്അത്ത് അല്ലേ എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്ന 2 റക്അത്ത്, അതിനെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, യസീദുഹുമാ ഹാദാ ഫീ അമലിഹി
ഈ മനുഷ്യന്റെ അമലിൽ വർധനമുണ്ടാക്കുന്ന ആ 2 റക്അത്ത് അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാഹു. ഇദ്ദേഹം ദുനിയാവിൽ ഉള്ള ഒരു കാര്യം ആഗ്രഹിക്കുന്നില്ല, ഈ 2 റക്അത്ത് മാത്രമാണ് ഇദ്ദേഹത്തിന് വേണ്ടത് ഇപ്പോൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിലുള്ള മനുഷ്യനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ ഖബറിൽ എനിക്ക് 2 റക്അത്ത് കിട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും, ഞാൻ ഈ 2 റക്അത്തിന് വേണ്ടി ആഗ്രഹിക്കും എന്ന് ഓർമ്മ നമുക്ക് ഉണ്ടാകുമ്പോൾ, ആ ഖബറിൽ എനിക്ക് ഇത് സഹായിക്കുമെന്ന് ഓർമ്മ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കർമ്മം നന്നായിട്ട് നമുക്ക് നിർവഹിക്കും. അപ്പൊ നമുക്ക് വേണ്ടിയാണ് നാം ഈ ചെയ്യുന്നത് എന്ന ബോധ്യം മനസ്സിലുണ്ടാക്കുക എന്ന് തന്നെ, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നമ്മൾ ആസ്വദിക്കാൻ നാളെ പരലോകത്ത് എന്ന ബോധ്യമാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. പലപ്പോഴും പല കർമ്മങ്ങളും നിസ്സാരമായി നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ അതിനൊക്കെ വലിയ പ്രതിഫലം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന ബോധ്യം നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. വുളൂ കഴിഞ്ഞിട്ട് വരുമ്പോൾ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. പലപ്പോഴും അശ്രദ്ധമായി വിട്ടുപോയാൽ വലിയ പ്രതിഫലമാണ് അതിന് നഷ്ടപ്പെട്ടു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയബ്ലുഗു ഔ ഫയുസ്ബിഗുൽ വുളൂഅ. ഒരാൾ നന്നായിട്ട് വുളൂ ചെയ്തിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ, 8 വാതിലുകൾ സ്വർഗ്ഗത്തിന്റെ തമ്മിൽ തുറന്നു കൊടുക്കപ്പെടും. യദ്ഖുലു മിൻ ഐ അബ്വാബിൽ ജന്നത്തി ഷാ, അല്ലെങ്കിൽ യദ്ഖുലു മിൻ അയ്യിഹാ ഷാ, ഏത് വാതിലൂടെയും അവന് കയറാൻ പറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രവർത്തനം നമ്മൾ ചെയ്താൽ അതിന് വലിയ ഉപകാരം അല്ലെങ്കിൽ അതിന്റെ ഗുണം നാളെ പരലോകത്ത് കിട്ടും, എനിക്ക് വേണ്ടിയാണ് അത് എന്ന ബോധ്യമാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. ഈ നോമ്പും ഖുർആനും ഒക്കെ നമ്മൾക്ക് വേണ്ടി നാളെ പരലോകത്ത് വരുന്ന ഒരു അവസരമുണ്ട് എന്ന ബോധ്യം നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ അനുഭവിക്കേണ്ടതാണ് ഈ നോമ്പും, അല്ലെ? അസ്ഖിയാമു വൽ ഖുർആനു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പും ഖുർആൻ പാരായണവും ഒക്കെ യസ്ഫഅനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ നമ്മൾക്ക് വേണ്ടി ശഫാഅത്ത് പറയാൻ കടന്നു വരുമെന്നാണ്. അപ്പൊ ഞാൻ അനുഭവിക്കാനുള്ളതാണിത് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ ഈ ദുനിയാവിൽ നമ്മളൊരു വീടും നമ്മളൊരു വാഹനവും ആകുന്നത് പോലെ, അതിനുള്ള ശ്രദ്ധ കാണിക്കുന്നത് പോലെ, അതിനപ്പുറത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവും. കാരണം നാളെ എനിക്ക് അനുഭവിക്കാനുള്ളതാണ് ഈ നമസ്കാരം, എനിക്ക് അനുഭവിക്കാനുള്ളതാണ് ഈ നോമ്പ്, മറ്റാർക്കും വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത് എന്ന ബോധ്യമാണ് നമ്മൾക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. അതുണ്ടാകുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നതാണ്. നമ്മുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന സദഖയും സക്കാത്തും ഇതിനെക്കുറിച്ച് റബ്ബ് പറഞ്ഞത്, നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, അള്ളാഹ്ക്ക് നമ്മളത് കിട്ടിയിട്ടൊരു കാര്യമില്ല. നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് ഒരു നഷ്ടമില്ല. അള്ളാഹു തന്നെ പറയുന്നല്ലോ, അന്ന അവ്വലകും വ ആഖിറകും വ ഇൻസകും വ ജിന്നകും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും. നിങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും, എല്ലാ ജിന്നും എല്ലാ ഇൻസും എല്ലാവരും നല്ല തഖ്വയുള്ള മനുഷ്യന്മാരായി എന്ന് വിചാരിക്കാം, എല്ലാവരും നല്ല ഉഷാറായിട്ടുള്ള ആളുകളായി എന്ന് വിചാരിക്കാം. എന്നാൽ എനിക്കൊന്നും കൂടാൻ പോകുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ അമലുകൾ ചെയ്യുന്നത്, മറിച്ച് നമ്മൾക്ക് വേണ്ടി തന്നെയാണ്. യാ ഇബാദി ലൗ അന്ന അവ്വലകും വ ആഖിറകും വ ഇൻസകും വ ജിന്നകും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും. ഏറ്റവും തോന്നിവാസികളായി ലോകത്തുള്ള എല്ലാ ജിന്നും മനുഷ്യന്മാരും മാറിക്കഴിഞ്ഞാൽ അള്ളാഹ്ക്കൊന്നും കുറയാനും പോകുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്നിട്ട് പറയുന്നു, യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലകും ഉഹ്സിഹാ ലകും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം നൽകും. സുമ്മ ഉവഫീകും ഇയ്യാഹ, നിങ്ങൾക്ക് തന്നെ തരുന്നതാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും എനിക്ക് കിട്ടാനുള്ളതാണ് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ, ഈ ഭക്ഷണം നീ ഉണ്ടാക്കുന്നത് നിനക്ക് കഴിക്കാനാണ്, അതുകൊണ്ട് നന്നായിട്ട് ഉണ്ടാക്കണം എന്ന് നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് തിന്നാൻ നമ്മൾ നന്നായിട്ട് ഉണ്ടായിക്കോളും, നമുക്ക് പറക്കാൻ നമ്മൾ നന്നായി പാർപ്പിടം ഒരുക്കും. അതേപോലെ എനിക്ക് ആസ്വദിക്കാനുള്ളതാണ് നമസ്കാരം എന്ന ബോധ്യം നമ്മളെ ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ പ്രവർത്തനം നന്നാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, അഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നന്നായിട്ട് ചെയ്യുക, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കുക. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു നമ്മൾക്ക് മരണവും ജീവിതവും ഉണ്ടാക്കി തന്നത് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാനാണ്. ഒരിക്കലും അക്സറു അമല എന്ന് പറഞ്ഞില്ല. കൂടുതൽ ആരാണ് നിസ്കരിക്കുന്നത്, കൂടുതൽ ആരാണ് നോമ്പെടുക്കുന്നത്, കൂടുതൽ ആരാണ് സക്കാത്ത് കൊടുക്കുന്നത്, അത് നോക്കാൻ വേണ്ടി അല്ലാഹു നമ്മൾ ഉണ്ടാക്കി എന്നല്ല പറഞ്ഞത്. ചെയ്യുന്നത് നന്നായി ചെയ്യുന്നത് ആരാണ്, പ്രവർത്തനങ്ങൾ ആരാണ് നന്നാക്കുന്നത് എന്ന് നോക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉണ്ടാക്കിയത് എന്നാണ്. അതുകൊണ്ട് തന്നെ
നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവാനുള്ള മനസ്സ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രധാനം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മരണവും ജീവിതവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയത് എന്നാണ് സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അമലുകൾ നന്നാവാനുള്ള, റബ്ബിങ്കൽ സ്വീകരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒന്ന് ഇഖ്ലാസാണ്, റബ്ബിനു വേണ്ടി തന്നെ ചെയ്യാന്നുള്ളതാണ്. വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, മറ്റൊരാൾക്കും വേണ്ടി, ഒരാളുടെയും ഉദ്ദേശത്തിന് വേണ്ടി, ഒരാളുടെയും തൃപ്തിക്ക് വേണ്ടിയല്ല നമ്മുടെ ഇബാദത്തുകൾ. അതാണ് ഒന്നാമത്തത്. അത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. രണ്ടാമത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാതൃകയിലുള്ള ഇബാദത്ത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുക. വേറൊരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കുകയില്ല. റസൂലുള്ള പഠിപ്പിക്കാത്ത ഒന്നും അള്ളാഹുവിന് സ്വീകാര്യമല്ല. കാരണം റസൂലിനെ അയച്ചത് ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ റസൂലിലൂടെ അള്ളാഹു അത് മുഴുവൻ പഠിപ്പിച്ചു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. ആ റസൂല് പഠിപ്പിക്കാത്ത ഒന്നും ദീനല്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. റസൂലുള്ള പഠിപ്പിക്കാത്ത ഒന്നും ദീനല്ല. അപ്പോൾ നമ്മുടെ സൽക്കർമ്മം അല്ലെങ്കിൽ പ്രവർത്തനം അത് നല്ലതാണെന്ന് തീരുമാനിക്കണമെങ്കിൽ ഇത് രണ്ട് കാര്യങ്ങളുണ്ടോ നോക്കിയാൽ മതി. ഒന്ന്, അള്ളാഹ്ക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലുണ്ടോ. എങ്കിലേ നമ്മുടെ പ്രവർത്തനം അത് നന്നായതാണ്, നല്ലതാണ് എന്ന് തീരുമാനിക്കാൻ നമ്മൾ സാധിക്കുകയുള്ളൂ എന്നാണ്. ഈ ഒരു അടിസ്ഥാനം വെച്ച് തഖ്വയുള്ള നല്ല സംസാരം സംസാരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രവർത്തനം അത് നന്നായി തീരും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ അത് ചെയ്താൽ കൂലി നല്ല പറഞ്ഞത്, നന്നായി ചെയ്താൽ പ്രതിഫലം ഉണ്ടെന്നാണ്. വുദു എടുക്കുന്ന വിഷയം നമ്മൾ എടുത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവദ്ദഅ ഫഅഹ്സനൽ വുദുഅ, ഒരാൾ വുദു എടുത്താൽ ഫഅഹ്സനൽ വുദുഅ, നന്നായി വുദു ചെയ്താൽ ഖറജത് ഖതായാഹു മിൻ ജസദിഹി, അവന്റെ അവയവങ്ങളിൽ നിന്ന് തിന്മകൾ പുറത്തേക്ക് പോകും, തിന്മകൾ ഒഴുകിപ്പോകും. ഹത്താ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി, അവന്റെ നഖത്തിന്റെ അടിയിൽ നിന്നടക്കം തിന്മ പുറത്തേക്ക് പോകുന്നതാണ്. വുദു എടുക്കുമ്പോൾ തിരക്ക് പിടിച്ചെടുത്ത് പോരുന്ന അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത ഒരു മനുഷ്യന്റെ പാപം പുറത്തു പോകുന്നല്ല. വുദു എടുക്കുമ്പോൾ നന്നായി ചെയ്യുക, പ്രവർത്തനം നന്നാക്കിയാൽ മൻ തവദ്ദഅ ഫഅഹ്സനൽ വുദുഅ, വുദു എടുക്കുന്നു നന്നായിട്ട് ചെയ്യുന്നു എങ്കിൽ അവന്റെ തിന്മ പുറത്തു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി നന്നായിട്ടല്ലാതെ ചെയ്തവന് ശിക്ഷയുണ്ട് എന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, മടമ്പ് നനയാതെ വുദു ചെയ്യുന്നവന് നരകമുണ്ട് എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കാതെ തിരക്ക് പിടിച്ച് വുദു എടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട വിഭാഗത്തോടാണ്, ആളുകളോടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ ഫഅസ്ബിഗുൽ വുദു, വുദു കുറച്ച് നന്നായിട്ട് എടുക്കുക, പൂർത്തിയാക്കി എടുക്കുക, നരകമുണ്ട് മടമ്പ് കാലം നനയാത്ത, കാലിന്റെ മടമ്പ് നനയാത്ത ആളുകൾക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോ എനിക്ക് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനം, എന്റെ പാപം പൊറുക്കേണ്ട പ്രവർത്തനം, അത് ഞാൻ നന്നായി ചെയ്താൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതാണ് അള്ളാഹു നോക്കുന്നത് എന്ന ബോധ്യം നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. കുറേ വുദു എടുത്ത മനുഷ്യനാണ്, പക്ഷെ ഒറ്റ ഒന്നും ശരിയായിട്ടില്ല, എന്നെക്കൊണ്ട് കാര്യമില്ല. വുദു എടുത്തത് ശരിയായ രീതിയിലാണെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയുള്ളൂ. നമസ്കാരത്തിന്റെ വിഷയം, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ കടന്നു വന്നു, നമസ്കരിച്ചു, റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജിഇ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നിങ്ങൾ ഒന്നുകൂടി പോയിട്ട് നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. വീണ്ടും അയാൾ വന്നു, നമസ്കാരം കഴിഞ്ഞിട്ട് സലാം പറഞ്ഞു, സലാം മടക്കി വീണ്ടും പറഞ്ഞു, ഇർജിഇ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നിങ്ങൾ ഒന്നുകൂടി പോയിട്ട് നിസ്കരിച്ചിട്ടില്ല. 3 വട്ടം പറഞ്ഞു. മൂന്നാമത്തെ വട്ടം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിങ്ങനെ നിസ്കരിക്കാൻ അറിയുമോ, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ അവിടുത്തെ ബഹനീനത്തുണ്ടാവണം, റുകൂഇൽ, സുജൂദിൽ, ഇരുത്തത്തിൽ, എല്ലാ സ്ഥലത്തും അടങ്ങിയിരുന്ന് അടക്കമുണ്ടായിക്കൊണ്ട് നിങ്ങൾ നിസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നിസ്കരിക്കാന്നുള്ളതല്ല, 3 വട്ടം നിസ്കരിച്ചിട്ട് പോലും അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ അമലുകൾ എനിക്ക് വേണ്ടിയാണ് എന്ന ബോധ്യത്തോടും കൂടെ അത് നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുകയുള്ളൂ. നിസ്കാരം ശരിയായില്ല എന്നല്ല പറയുന്നത്, ഇന്നക ലം തുസല്ലി, നിസ്കരിച്ചിട്ടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട്, സഹാബിയോട് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. നമ്മുടെ പള്ളിയിൽ ഇന്ന് നിസ്കരിച്ച ആളുകൾ, നമ്മൾ ഓരോരുത്തരും, എനിക്ക് കിട്ടിയ പ്രതിഫലമല്ല, എന്നേക്കാൾ ഇഖ്ലാസുള്ള മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്നത്. നമ്മളിൽ സഫിൽ നിന്ന ഓരോരുത്തർക്കും ഓരോരോ കൂലിയാണ് നമ്മുടെ നമസ്കാരത്തിന് കൊടുത്തത്. തറാവീഹ് എല്ലാവർക്കും ഒരേ പ്രതിഫലം അല്ല. ഓരോ നമസ്കാരത്തിലും അവൻ എത്രത്തോളം നന്നാക്കി, അതിനനുസരിച്ചാണ് അവന്റെ ഹൃദയ സാന്നിധ്യം എത്രത്തോളമായിരുന്നു, അതിനനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്നൽ അബ്ദ യുസല്ലി സ്വലാത മാ യുക്തബു ലഹു മിൻഹാ ഇല്ലാ 10. 10 ൽ 1
മാത്രം പ്രതിഫലം കിട്ടുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ തുസ്റുഹ 9-1, സുംനുഹ 8-1, സുബുർഹ 7-1, സുദുസുഹ 6-1, ഹുംസുഹ 5-1, റുബുഹ 4-1, സുലുസുഹ 3-1 എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിസ്ഫുഹ പകുതി കൂലി കിട്ടുന്ന ആളുകൾ എന്നൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്രത്തോളം നമ്മൾ നന്നാക്കുന്നോ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധം ഇത് വേറൊരു വിഷയമാണ്. എങ്ങനെ നന്നാക്കാം എന്നത് വിശാലമായ ഒരു വിഷയമാണ്. നന്നാക്കുന്നതിന്റെ പ്രാധാന്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ചുരുങ്ങിയ സമയത്തുള്ളിൽ. എങ്ങനെ നന്നാക്കുന്നുള്ളത് വിശാലമായ വിഷയമാണ്. നമ്മൾ നിസ്കാരം നന്നാക്കാൻ ആദ്യം തുടങ്ങണം. ബാങ്ക് വിളിക്കുന്ന സമയത്ത് തുടങ്ങണം അതിന്റെ സ്റ്റെപ്പ്. ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അതേപോലെ ഉച്ചരിക്കുന്നു. ആ ബാങ്ക് പറയണ പോലെ നമ്മൾ പറയണം. എന്നിട്ട് പറഞ്ഞു ഹയ്യ അല സ്വലാ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ പ്രാർത്ഥനയിൽ നമ്മുടെ മനസ്സിൽ നമസ്കാരത്തിലേക്ക് എത്തണം. ബാങ്ക് വിളിക്കുമ്പോൾ എല്ലാം പറയുമ്പോൾ നമ്മൾ ആവർത്തിക്കുന്നു. നിസ്കാരത്തിലേക്ക് വാ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? വെറുതെ ഒരു ദിക്ർ ചൊല്ലണല്ല. ബാങ്ക് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് പറയുമ്പോൾ നമ്മൾ പറയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്റെ ഈ അവസ്ഥയിൽ നിന്ന് ഞാനൊരു മറ്റൊരു അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടേ അത് സാധിക്കുള്ളൂ എന്നാണ്. ഞാൻ ഇവിടുത്തെ പള്ളിയിൽ എത്തണമെങ്കിൽ അള്ളാഹിനെ കൊണ്ട് മാത്രമാണ് അത് സാധിക്കുക. ഞാൻ നമസ്കാരത്തിലേക്ക് എത്തണമെങ്കിൽ റബ്ബിനെ കൊണ്ട് മാത്രമാണ് സാധിക്കുക. ലാ ഹൗല, ഒരു ഹൗലുമില്ല, ഒരു മാറ്റവുമില്ല. വലാ ഖുവ, ഒരു ശക്തിയുമില്ല. ഇല്ലാ ബില്ലാഹ്, അള്ളാഹിനെ കൊണ്ട് മാത്രമേ നമസ്കാരത്തിലേക്ക് വിളിച്ചാൽ വരാൻ എനിക്ക് കഴിയുള്ളൂ എന്ന് റബ്ബിൽ തവക്കുൽ ചെയ്തിട്ട് അപ്പൊ തുടങ്ങുകയാണ്. നമസ്കാരത്തിലേക്ക് വിളിക്കുമ്പോൾ മുതൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നമസ്കാരത്തിലേക്ക് ഒരാൾ വരാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മൾ അമൽ നന്നാക്കാൻ വേണ്ടിയുള്ള പണി തുടങ്ങുകയാണ്. അതിന് വരുന്നു, വുളൂ ചെയ്യുന്നു, നമസ്കാരത്തിലേക്ക് എത്തുന്നു, നമസ്കാരം തുടങ്ങുന്നു. അതിനുള്ള ദിക്റുകൾ എന്താണ് ഞാൻ ചൊല്ലുന്നത് എന്ന് ഓർമ്മിക്കുന്നു. ഫാത്തിഹ ഓതുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു മറുപടി നൽകുന്നതൊക്കെ മനസ്സിൽ ഓർത്ത് അസ്ന അലൈ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നത് ഓർത്ത് ഓരോ ഫാത്തിഹയുടെ ഓരോ ലഫ്ലുകളും ഓരോ ആയത്തുകളും ഓതുമ്പോൾ അള്ളാഹു എനിക്ക് മറുപടി നൽകുന്നുണ്ട് എന്ന ഓർമ്മയോടുകൂടെ നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് നമസ്കാരം നന്നാക്കാൻ പറ്റും. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കുൻത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത മുവദ്ദിഇൻ. ഇത് എൻ്റെ അവസാനത്തെ നമസ്കാരമായിരിക്കുമോ എന്ന് നമ്മൾക്കറിയില്ല. ഏത് നമസ്കാരമാണ് നമ്മൾ അവസാനിക്കുന്നത് അറിയില്ല അല്ലേ? കഴിഞ്ഞ ദിവസം വടകര പള്ളിയിൽ ക്ലാസ് എടുക്കാൻ ഞാൻ കയറി. ക്ലാസ് തുടങ്ങാനുള്ള സമയത്താണ് വൈഫിന്റെ വല്യമ്മ മരണപ്പെട്ടു നമ്മൾ അറിയുന്നത്. നമ്മളെപ്പോഴാണ് ഒരു മരണത്തിലേക്ക് നമ്മുടെ അവസാനത്തിലേക്ക് എത്താമെന്നില്ല നമുക്ക് പറയാൻ കഴിയില്ല. ആ നിസ്കാരം നമ്മുടെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധ്യത്തോടുകൂടി നമ്മൾ നമസ്കരിച്ചാൽ നമുക്ക് നമസ്കാരം നന്നാക്കാൻ പറ്റും. നമസ്കാരം അമലുകൾ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നന്നാക്കാനുള്ള ശ്രമങ്ങൾ നമ്മളിൽ ഉണ്ടാകണമെന്നാണ് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ നോമ്പിന്റെ വിഷയം, ആര് നോമ്പെടുത്താലും ഒരു കൂലിയുണ്ടെന്നല്ല പറഞ്ഞത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശന്നവർക്കൊക്കെ നോമ്പിന്റെ കൂലിയുണ്ടെന്നല്ല പറഞ്ഞത്. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അയ്യദഅ തഅമഹു വശറാബഹു. ഒരാൾ നോമ്പെടുത്തു, പക്ഷേ വേണ്ടാത്ത വർത്താനങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല, നോട്ടങ്ങൾ ഒഴിവാക്കിയില്ല, കാഴ്ചകൾ ഒഴിവാക്കിയില്ല. അവന്റെ ഭക്ഷണം ഒഴിവാക്കേണ്ടത് അള്ളാഹുവിന് ആവശ്യമില്ല. ഫലൈസ ലില്ലാഹി ഹാജത്തുൻ, അള്ളാഹുവിന് ആവശ്യമില്ല അവന്റെ ഭക്ഷണം വെള്ളം ഒഴിവാക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കാമി പറഞ്ഞു. വേറെ ഏത് അവസരം കിട്ടിയിട്ട് ഉപേക്ഷിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞില്ല. നമ്മൾ ശഅബാനിൽ വന്നു അല്ലെങ്കിൽ റജബിലൂടെ വന്നു, നമ്മുടെ പാപം പൊറുക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾക്ക് നരകമുണ്ടെന്ന് പ്രാർത്ഥിച്ചില്ല. കഴിഞ്ഞ മാസം നമ്മൾ പൊറുക്കലിനെ തേടിയില്ല, അതിന്റെ മുന്നത്തെ മാസം പൊറുക്കലിനെ തേടിയില്ല, നരകത്ത് പോയിക്കോട്ടെ എന്ന് നമുക്കെതിരെ പ്രാർത്ഥിച്ചില്ല. പക്ഷെ ഇത് അവസാനത്തെ ചാൻസാണ്. ഇവിടെ നമ്മൾ പൊറുക്കലിനെ തേടിയില്ലെങ്കിൽ നരകത്ത് പോട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പൊ ഇനി ഇത്രയും കാലത്തെ അവസരങ്ങളൊക്കെ ഒഴിവാക്കി ഇതും നഷ്ടപ്പെടുത്തിയാൽ വല്ല കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഈ അവസരം കിട്ടിയിട്ട് പൊറുക്കലിനെ തേടിയിട്ടില്ലെങ്കിൽ ഒരാൾക്ക് റമദാൻ കിട്ടിയിട്ട് പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ നരകത്തിൽ പോട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. അതിന് ആമീൻ പറഞ്ഞിട്ടുണ്ട്. എത്ര കാലം ഞാനൊരു തിന്മയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, മാറി നിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ വീണ്ടും ഞാൻ പെട്ടുപോയിട്ടുണ്ടോ, ഇത് അവസാനത്തെ അവസരമാണ്. ഈ റമദാനോടുകൂടെ എല്ലാം ഒഴിവാക്കണം. മഗ്രിബ് വരെ തിന്മ ഒഴിവാക്കുക, മഗ്രിബിന് ശേഷം വീണ്ടും ചെയ്യാന്നുള്ളതല്ല. റമദാൻ വരെ മാറി നിൽക്കുക, റമദാന് ശേഷം വീണ്ടും പഴയ പരിപാടി തുടങ്ങുക എന്നുള്ളതല്ല. ഇതോടുകൂടെ അവസാനിക്കണം. ഇല്ലെങ്കിൽ അവന് നരകമാണ് എന്നാണ്
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞിട്ടുള്ളത് എന്നതാണ്. അപ്പോൾ റമദാൻ അത് നന്നാക്കാനുള്ള പണി നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം കൂടെ സൂചിപ്പിക്കുകയാണ്. ഇദാ സുംത ഫൽയസും സംഉക്. നമ്മുടെ കാതിന് നോമ്പുണ്ടാവണം. ഈ ഭക്ഷണം ഒഴിവാക്കൽ മാത്രമല്ല ശരിയായ നോമ്പ്. അതേപോലെ തന്നെ വബസറു, കണ്ണുകൾക്ക് നോമ്പുണ്ടാവണം. അതേപോലെ തന്നെ ലിസാനുക അനിൽ കദ്ബി വൽ മആതി, തിന്മകൾ പറയുന്ന, കളവ് പറയുന്ന നാവിന് നോമ്പുണ്ടാകണം. വദഅൽ ഖാദിം, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. നിസ്കാരം, നോമ്പ്, സക്കാത്തൊക്കെ ഉണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ മറച്ച് കവച്ചു വെക്കാൻ നമ്മുടെ തിന്മക്ക് സാധിക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീയെ കുറിച്ച് ചോദിച്ചു. അവർ നല്ലോണം നോമ്പെടുക്കുന്ന ആളാണ്, അവര് സദഖ കൊടുക്കുന്ന ആളാണ്, നന്നായിട്ട് രാത്രി നമസ്കരിക്കുന്ന ആളാണ്. ഫർദിനെ കുറിച്ചല്ല പറഞ്ഞത്, സുന്നത്തുകൾ ചെയ്യുന്ന സ്ത്രീയാണ്. പക്ഷേ മറ്റുള്ളവരെ കടങ്ങാറാക്കുന്നു, അയൽവാസികളെ പ്രയാസപ്പെടുത്തും, വർത്താനം പറഞ്ഞിട്ട് നാവ് കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നരകക്കാരിയാണ്, ഒരു ഖൈറും അവളിലില്ല എന്നാണ്. സുന്നത്തെടുക്കുന്ന സ്ത്രീനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. എന്നാൽ മറ്റൊരു സ്ത്രീനെ കുറിച്ച് ചോദിച്ചു. അത്യാവശ്യം ചെയ്യേണ്ടതൊക്കെ ചെയ്യും, ഫർദുകളൊക്കെ ചെയ്യുന്നവരാണ്, പക്ഷെ ആരെയും പ്രയാസപ്പെടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞു അവർ സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ മീസാനിൽ കരന്തൂവും എന്ന് പഠിപ്പിച്ച ഒരു കർമ്മമാണ് സൽസ്വഭാവം എന്നുകൂടെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളെ നന്നാവാനുള്ള മറ്റൊരു ചിന്ത അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ബോധ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രതിഫലം തരുമെന്നുള്ളതാണ്. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, രണ്ട് നിബന്ധനകളാണ് ആ ഹദീസിൽ പറഞ്ഞത്. ഒന്ന് ഈമാനോടുകൂടെ ചെയ്യണം, രണ്ട് പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് മൂന്ന് ഹദീസുകൾ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ, ലൈലത്തുൽ ഖദ്ർ ഈമാനോടെയും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാൾ നമസ്കരിച്ചാൽ, അല്ലെങ്കിൽ മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, റമളാനിൽ ഈമാനോടെയും പ്രതിഫലം ആഗ്രഹിച്ച് നമസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ, എന്നാൽ നമ്മൾക്ക് നന്നായിട്ടത് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അതാണ് നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ പറയുന്നത് ദാഹം മാറി, ഞരമ്പുകൾ നനഞ്ഞു, ഇൻഷാ അല്ലാഹ്, പ്രതിഫലം ഉറച്ചു അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് നമ്മൾ ആ സമയത്ത് പറയുന്നത്. അതുകൊണ്ടാണ് പ്രതിഫലം ആഗ്രഹിക്കുക എന്നുള്ളത് എല്ലാ കർമ്മങ്ങളും നന്നാവാൻ നമ്മൾക്ക് കാരണമാകും. ഒരു നമ്മുടെ ബന്ധത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ഞാനവിടെ പോയില്ലെങ്കിൽ ആ മക്കളെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഇയാളെന്തെങ്കിലും മരിച്ച വീട്ടിലൊന്നും വരാത്തത്, ഇപ്പം ഞാൻ എന്തായാലും പോകാതിരുന്നാൽ ശരിയാവില്ലല്ലോ എന്നാണ് അയാളുടെ മനസ്സിലുള്ളതെങ്കിൽ അയാൾ പ്രതിഫലം അവിടെ നഷ്ടപ്പെട്ടു. അയാളെ കർമ്മം നന്നാവണമെങ്കിൽ അയാൾ മനസ്സിലാക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത്, ഞാൻ മരണ വീട്ടിൽ പോവാന്നുള്ളത് എനിക്കുള്ള അദ്ദേഹത്തോടുള്ള ഹത്തായിട്ട് റസൂൽ പഠിപ്പിച്ചതാണ്, റബ്ബിന്റെ അടുക്കൽ പ്രതിഫലമുള്ള കാര്യമായിട്ട് പഠിപ്പിച്ചതാണ്. ആ ഹദീസ് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിത്തബഅ ജിനാദിക മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ജനാസയുടെ പിൻപറ്റി കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള പ്രതിഫലം രണ്ട് ഖീറാത്ത് പ്രതിഫലമാണ്. ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹദ് മലയോളം പ്രതിഫലമുണ്ട്. അയാളുടെ ജനാസ മറവ് ചെയ്ത് തിരിച്ചു പോന്നാൽ രണ്ട് ഖീറാത്ത് പ്രതിഫലമുണ്ട്. ആർക്ക്? ഈമാനും ഇഹ്തിസാബും ഉള്ള ആൾക്കെന്നാണ്. അപ്പൊ ഇഹ്തിസാബ് നമ്മൾക്ക് ഉണ്ടാകണം. പ്രതിഫലം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ മനസ്സിലുള്ളത് മാറിപ്പോയിട്ടുണ്ടാവും, ആ പ്രവർത്തനം നന്നാവൂല, അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാകും. കുടുംബത്തിന് വേണ്ടി നമ്മൾ ധാരാളം ചെലവഴിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുസ്ലിമു ഇദാ അൻഫഖ അലാ അഹ്ലിഹി നഫഖതൻ വഹുവ യഹ്തസിബുഹാ, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, പക്ഷെ അദ്ദേഹം പ്രതിഫലം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കാനത് ലഹു സദഖ, ആ ചെലവഴിക്കുന്ന പൈസക്ക് അദ്ദേഹത്തിന് സദഖയുടെ കൂലി കിട്ടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാളോട് നമ്മൾ പുഞ്ചിരിക്കുന്നു, അന്നേരം നമ്മുടെ മനസ്സിലുണ്ടാവണം തബസ്സുമുക ഫീ വജ്ഹിക സദഖ, ഒരാളെ കണ്ട് ചിരിക്കുന്നത് സദഖയാണ്. ഇപ്പൊ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാന്നുള്ളത് കർമ്മങ്ങൾ നന്നാവാനുള്ള, അല്ലെ നന്നായി ചെയ്യാനുള്ള ഒരു പ്രേരണ മനസ്സിലുണ്ടാകുന്ന കാര്യമാണ്. അല്ലെ, നമ്മൾ പല്ല് തേക്കാറുണ്ട്, എന്തിനാ പല്ല് തേക്കുന്നത്? വായ വൃത്തിയാവാൻ, പല്ല് വൃത്തിയാവാൻ, മണമില്ലാതിരിക്കാൻ, ഇതൊക്കെ നമ്മൾ പറയും. പല്ലേക്കലിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, സിവാക്ക് എന്ന് പറഞ്ഞാൽ മദ്ഹറത്തുൽ ലിൽഫം, വായ വൃത്തിയാവാനുള്ളതാണ്. അതേപോലെ തന്നെ മർദാത്തുൽ ലിറബ്, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. മനസ്സിൽ നിയത്തുണ്ടെങ്കിൽ ഇത്രയും കാലം പല്ലേച്ച് നമുക്ക് കൂലി ഉണ്ടാവും. പല്ല് തേക്കുമ്പോൾ ആ നിയത്തുണ്ടെങ്കിൽ കൂലിയുണ്ട്, നിയത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പല്ല് വൃത്തിയാവും, പക്ഷെ ആ കൂലി നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ പ്രവർത്തനങ്ങൾ എന്ത് നമുക്ക് നന്നാക്കാൻ പറ്റും? നമ്മുടെ മനസ്സിൽ എന്താണ് ഉള്ളത് അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി മാറ്റാൻ നമ്മൾക്ക് സാധിക്കുന്നു. ഉറക്കം പോലും മുഅദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, അമ്മാ അന ഫഅനാമു വഅഖൂമു,
ഞാൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഞാൻ എന്ത് ചെയ്യും? പ്രതിഫലം ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് രാത്രി നേരത്തെ കിടന്നുറങ്ങുമ്പോൾ മൊബൈലൊക്കെ അവിടെ മാറ്റി വെച്ച് ഉറങ്ങുമ്പോൾ കുറച്ച് നേരത്തെ എണീക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യാനുണ്ട്, എനിക്ക് അത്താഴം കഴിക്കണം, രാവിലെ സമയം ഉപയോഗപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങുന്ന ഒരു മനുഷ്യന് ഉറക്കത്തിലും കൂലിയുണ്ട്. വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറച്ച് കഴിച്ചാൽ തറാവീസ്കരിക്കാൻ പറ്റില്ല, ഉറക്കം തൂങ്ങും, ഇടങ്ങാറാവും. അപ്പോൾ കുറച്ച് കഴിക്കാം. ആ ഭക്ഷണത്തിൽ അദ്ദേഹത്തിന് പ്രതിഫലമുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരാൾക്ക് പ്രതിഫലം വാങ്ങാൻ അയാളുടെ നിയ്യത്ത് നന്നാക്കുന്നതിലൂടെ ഇഹ്തിസാബ്, അതാണ് റമദാനിലും അതേപോലെ തന്നെ എല്ലാ കർമ്മത്തിലും ഇഹ്തിസാബ് എന്നത് അതിൻ്റെ ഒരു നിബന്ധനയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞ ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. എപ്പോഴും നമ്മൾ ഖുതുബയിൽ കേൾക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ. നമ്മുടെ സംസാരം നന്നാക്കുക, കളവില്ലാത്ത, പരിഹാസങ്ങളില്ലാത്ത, മറ്റുള്ളവരെ കുറ്റം പറയാത്ത, ഉള്ളതെല്ലാം പറയാൻ പാടില്ല എന്നാണ്. റസൂലുള്ളാഹിയോട് ചോദിച്ചു, അദ്ദേഹത്തെ കുറിച്ച് ഉള്ളതല്ല നമ്മൾ പറയുന്നത്, കളവൊന്നുമല്ലല്ലോ എന്നാണ്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉള്ളതാണ് പറയുന്നതെങ്കിൽ അതാണ് ഗീബത്ത്, ഇല്ലാത്ത പറഞ്ഞാൽ അതിന് ഗീബത്ത് എന്നല്ല പറയും. ഇല്ലാത്ത പറഞ്ഞാൽ എന്താ പറയാ? അതിന് കളവ് എന്നാണ് പറയാം. ഇല്ലാത്ത പറഞ്ഞാൽ ബഹത്വം, നീ കളവ് പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഉള്ളതാണ് പറഞ്ഞതെങ്കിൽ അതാണ് ഗീബത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാം. അതുകൊണ്ട് നല്ല വർത്താനം നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കുക. എത്രത്തോളം നമ്മൾ ആളുകളോട് നന്നായി സംസാരിക്കുന്നു, ഉമ്മയോട്, വാപ്പയോട്, നമ്മുടെ മരുമകളോട്, അല്ലെങ്കിൽ അനുജന്മാരോട്, മക്കളോട്, അയൽവാസികളോട്, കൂടെ ജോലി ചെയ്യുന്നവരോട്, നാട്ടുകാരോട് നന്നായി വർത്താനം പറയുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്ക് തൗഫീഖ് അല്ലാഹു നൽകും. യുസ്ലിഹ് അഅമാലക്കും, അവന്റെ പ്രവർത്തനം അല്ലാഹു നന്നാക്കി കൊടുക്കും. നമ്മൾ എത്രത്തോളം തഖ്വ ജീവിതത്തിൽ കൈക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി തരും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതിൻ്റെ കൂടെ അവസാനം സൂചിപ്പിക്കാനുള്ളത് ഈ തഖ്വയിൽപ്പെട്ടത് തന്നെയാണ് അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ നമ്മൾ പ്രവർത്തിക്കുക. എന്നാലാണ് നമ്മുടെ പ്രവർത്തനം നന്നാവുക. ഒരു മാനേജറുടെ മുന്നിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു വ്യക്തി, അദ്ദേഹം കൃത്യമായിട്ട് അത് കാര്യങ്ങൾ ചെയ്യും, എൻ്റെ മാനേജർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യം അയാൾക്ക് ഉണ്ടാകും. എന്നാൽ ഒരു ക്യാമറ ഇവിടെ റോഡിലുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഹെൽമെറ്റ് ഇട്ടിട്ട് ആൾക്കാർ പോകും. നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ അയാൾ പ്രവർത്തനം നന്നാകും. അതേപോലെ നമ്മുടെ നമസ്കാരം, നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്കുള്ള ഉപദേശത്തിൽ കാണാൻ കഴിയും, നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിലെ സ്വാലിഹായ ഒരു മനുഷ്യന്റെ മുന്നിൽ എന്ത് ചെയ്യും, എന്ത് ചെയ്യാതിരിക്കും, അതിനേക്കാൾ ആരെ സൂക്ഷിക്കണം? അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തിന്മയുടെ വിഷയം പറയുമ്പോൾ നമ്മൾ പറയും, അള്ളാഹു കാണുന്നുണ്ടെന്ന് ഓർമ്മയില്ലേ, അല്ലെങ്കിൽ ഇന്ന ഉമ്മക്കലബിൽ മിർസാദ്, അള്ളാഹു പതിയിരുന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല, ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയും. ഇതൊക്കെ തിന്മയുടെ വിഷയത്തിൽ നമ്മൾ ഓർമ്മിക്കും. നന്മയുടെ വിഷയത്തിലും അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഇഹ്സാൻ എന്താണ്? നന്നായിട്ട് കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അൻതഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അള്ളാഹനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നീ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നമ്മൾ അള്ളാഹനെ കാണുന്നില്ല, പക്ഷെ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. ഒരു അന്ധനായ മനുഷ്യൻ നമ്മളോടൊന്ന് സംസാരിക്കുക എങ്ങനെയാണ്? വളരെ വൃത്തിയായി വസ്ത്രം ധരിച്ച് മുടി ചെയ്യുക അല്ലെ? അദ്ദേഹം നമ്മളെ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം തോന്നും പോലെ വസ്ത്രം ധരിച്ച് നടക്കുമോ? ഇല്ല. നമ്മൾ അദ്ദേഹത്തെ കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുക. നമ്മൾ അള്ളാഹനെ കാണുന്നില്ല, അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ, ആ വൃത്തിയിൽ, ആ കൃത്യതയിൽ നമ്മുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മൾ എന്തൊരു കാര്യത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ, ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ, എന്ത് അമൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ല കുന്നാ അലൈക്കും ഷഹീദ, നാം അതിന് സാക്ഷിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാളെ മീസാനിൽ ഒന്നും അല്ലെ, ആകാശവും ഭൂമിയും വെക്കാൻ വലുപ്പമുള്ള മീസാൻ, ചെറിയതല്ല മീസാൻ എന്ന് പറഞ്ഞാൽ, അത്രയും വിശാലമായ മീസാനിൽ നമ്മുടെ കർമ്മങ്ങൾ തൂക്കപ്പെടും എന്ന ബോധ്യത്തോടുകൂടെ ഓരോ കർമ്മങ്ങളും നന്നായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ നന്നാക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരോടും റബ്ബിനോടും ജീവികളോടും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഉപദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെ വിഷയത്തിലും ഒന്നിനെ അറുക്കുകയാണെങ്കിൽ പോലും നന്നായിട്ട് അറുക്കണം, നന്നായിട്ട് കൊല്ലണം. അറുക്കുന്നുണ്ട് നന്നായിട്ട് അറുക്കുക എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ സമയത്തിൻ്റെ പരിമിതി മൂലം ചുരുക്കുകയാണ്. അവസാനത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം കൂടെ ഓർമ്മിപ്പിക്കുന്നു. മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. 3 വട്ടം പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ തഖൂൽ, നിങ്ങളുടെ നമസ്കാരത്തിന്റെ അവസാനത്തിൽ പറയുന്നത് നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രാർത്ഥന പഠിപ്പിക്കാം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി, അല്ലാഹു എന്നെ നീ സഹായിക്കണമേ, അലാ ദിക്രിക നിന്നെ ദിക്ർ ചെയ്യാൻ, വശുക്രിക നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതി ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, നന്നായിട്ട് ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു എന്നെ സഹായിക്കണമെന്ന്. ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തോടെയുള്ള ഉപദേശം. ലാ തദഅന്ന എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ ഉപേക്ഷിക്കാതെ ചൊല്ലണം എന്ന് പറഞ്ഞിട്ട് മുആദേ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ പഠിക്കുകയും ഓരോ നമസ്കാരത്തിൻ്റെയും അവസാനത്തിൽ റസൂലുള്ളാഹിയുടെ ഉപദേശം പോലെ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. നമ്മുടെ അമലിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് ഉതകുന്ന രീതിയിൽ തഖ്വ കൈക്കൊള്ളാനും സംസാരം നന്നാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റമദാൻ കൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാനും ജീവിതത്തിൽ ആ തഖ്വ പകർത്താനും നമ്മൾക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീന് കൃത്യമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.